ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് KPSTA സ്വദേശ് മെഗാ ക്വിസ് 2024-25 സബ് ജില്ലാതലം HSS ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഏഷ്യാറ്റിക് ഓർഡിനൻസിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി തൻ്റെ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷമേത്? 1906. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന നേതാവ്? മാഡം ഭിക്കാജി കാമ. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദന പ്രകാരമാണ്? 21-ാം അനുച്ഛേദം. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. അവസാന ഉപാധ്യക്ഷൻ ആരായിരുന്നു? മൊണ്ടേക് സിംഗ് ആലുവായ്. ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളെ പുല്ലും പൊടിയുമായി പരിഗണിക്കുമ്പോൾ പ്രജകൾ അയാളെ കൊള്ളക്കാരനും ശത്രുവുമായി പരിഗണിക്കണം. പ്രശസ്തമായ ചീന തത്വശാസ്ത്രജ്ഞന്റെ വാക്കുകളാണിത്. ആരാണിദ്ദേഹം? മെൻഷ്യസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ബോംബെയിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ടത് ഏത് കപ്പലിൽ? SS രജപുത്താന. നബാർഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് സ്ഥാപിതമായത്? 6-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളി ആര്? PR ശ്രീജേഷ്. അനേകം കൊല്ലം പഴക്കമുള്ള നാടുവാഴി പ്രഭുത്വം ഇങ്ങനെ കടപുഴകി വീഴുന്നത് കാണുമ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത് സാധിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. നിയമപരമായി നീതീകരണമില്ലാതെ തടവിൽ വച്ചിരിക്കുന്ന വ്യക്തി മോചനം നൽകുന്ന റിട്ട് ഏത്? ഹെബിയസ് കോർപ്പസ്. ദാദാഭായ് നവറോജിയുടെ ചരിത്രപ്രസിദ്ധമായ ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ വിപ്ലവകാരികളോ സാമുദായിക വിപ്ലവകാരികളോ ആയിരുന്നില്ല. അവർ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രതിലോകകാരികളായ സാമുദായിക കക്ഷിക്ക് പ്രാധാന്യം വഹിക്കുന്ന യാഥാസ്ഥികരായിരുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 1886 ഡിസംബർ 28-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെ? കൽക്കത്ത. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ദേശീയപാതാ പദ്ധതി. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥ ഏത്? ആർട്ടിക്കിൾ 48A. ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചതാര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. പിന്നിൽ വിശാലമായ പരന്നു കിടക്കുന്ന സംവത്സരങ്ങളുടെ നേർക്ക് ഞാൻ പുറംതിരിഞ്ഞു നോക്കുകയും എൻ്റെ ആദ്യകാല വികാസത്തിൻ്റെ ചരിത്രം സുസ്പഷ്ടമായ ഒരു ദൃശ്യമായ നിലക്ക് കാണുകയും ചെയ്യുമ്പോൾ എൻ്റെ സ്വന്തം ഭാവത്തിലും നാട്ടുകാരുടെ മനോഗതിയിലും രണ്ടിലും സംഭവിച്ചിട്ടുള്ള മാറ്റം എന്നെ വിസ്മയിപ്പിക്കുന്നു. തൻ്റെ മരണത്തിന് ഏതാനും മാസം മുൻപ് 80-ാമത്തെ ജന്മദിനത്തിൽ നൽകിയ ഈ സന്ദേശം ആരുടേതാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇനി നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം. പഞ്ചാബിലെ നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപം നൽകിയതാര്? ഭഗത് സിംഗ്. 1909-ൽ ഗാന്ധിജി എഴുതിയ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏത് പേരിലാണ്? ഇന്ത്യൻ ഹോം റൂൾ. 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ഏതു മോഡലായിരുന്നു അടിസ്ഥാനമായി സ്വീകരിച്ചത്? ഹാരോഡ് ദോമർ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന ഗോവാലിയൻ ടാങ്ക് മൈതാനത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്ന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന
ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368.